മുഖ്യമന്ത്രി ചതിച്ചു എന്ന് അദ്ദേഹം ഒരു ഭരണപക്ഷ MLA തിരിച്ചറിയുന്നതിനകത്ത് സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി ചതിച്ചത് PV അൻവറിനെ അല്ല, കേരളം പോലെ സംഘപരിവാരത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വെച്ച് പുലർത്തുന്ന ഒരു മതേതര ഫാബ്രിക്കിനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചതിച്ചത്. സ്വന്തം കുടുംബത്തിനും തനിക്കുമെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസിനകത്തെ ആക്ഷേപങ്ങൾ, പാർട്ടിക്കെതിരായി ഉയർന്നു വന്ന കരുവന്നൂർ കേസിനകത്തെ ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങളെല്ലാം കോംപ്രമൈസിലെത്തിക്കുവാൻ, അതിനകത്തുനിന്ന് പാർട്ടിയും തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ശ്രീ പിണറായി വിജയൻ എടുത്ത ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? തൃശ്ശൂർ പൂരം പോലെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സാംസ്കാരിക ഉത്സവം, വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു മഹോത്സവം, അതിനെ കളങ്കപ്പെടുത്തി, അതിനെ കുളമാക്കി BJPക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിക്കാനുള്ള വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ശ്രീ PV അൻവർ എന്ന് പറഞ്ഞ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമുണ്ട്. കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ എല്ലാ വൃത്തികേടുകളുടെയും ഇന്നലകൾ വരെയുള്ള അഡ്വക്കേറ്റായിരുന്ന ശ്രീ PV അൻവറിനെ പോലൊരു ഭരണപക്ഷ MLAക്ക് പോലും ഇന്ന് വൈകുന്നേരം മാധ്യമ സമ്മേളനം നടത്താൻ താൻ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം എത്ര ഗുരുതരമാണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നതിനേക്കാൾ ഗുരുതരമാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ദുരവസ്ഥ. ഇതൊരു വലിയ കൊള്ളസങ്കേതമാണ്. ശ്രീ പിണറായി വിജയൻ, ഇപ്പം നമ്മൾ ദാവൂദ് ഇബ്രാഹിമും ചോട്ടാ ഷക്കീൽ എന്നൊന്നും പറയണ്ട, ഇനി മറ്റു സംസ്ഥാനക്കാർ പറയും അവിടെ ചോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹിമും ഉള്ളതുപോലെ കേരളത്തിൽ പിണറായി വിജയൻ എന്ന അധോലോക നായകനുണ്ടെന്ന്. ആ അധോലോക നായകനെതിരായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ, ആ അധോലോകത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു ഭരണപക്ഷ MLAക്ക് ജീവഭയത്തോടെ മാത്രം കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം. ശ്രീ PV അൻവർ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ, അത് തൃശ്ശൂർ പൂരം RSSന് വേണ്ടി കലക്കിയതായാലും ADGPയുടെ അജിത് കുമാർ കേരള പോലീസിനകത്ത് നമ്പർ 1 ഫ്രോഡാണ്. അയാൾ ഒരു വലിയ ക്രിമിനലാണ്. ആ ക്രിമിനൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ്. അയാൾ കേരള പോലീസിനകത്തെ കൊടിസുനിയാണ്. പാർട്ടി പറയുന്ന കൊള്ളരുതായ്മകൾ ചെയ്യുന്ന ഹാർഡ് കോർ ക്രിമിനൽ. അയാളെ സംരക്ഷിക്കുന്ന നിലപാടുകളിലടക്കം ശ്രീ PV അൻവർ ഉയർത്തുന്ന വിയോജിപ്പുകളോട് എല്ലാവിധമായ പിന്തുണയുണ്ട്. PV അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് പിന്തുണയില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തയാളാണ് ശ്രീ PV അൻവർ. RSSകാർ മാത്രം ചെയ്യുന്നൊരു രീതിയാണത്. അത് ചെയ്തിട്ടുള്ള PV അൻവറിന് രാഷ്ട്രീയമായ പിന്തുണയില്ല. പക്ഷേ ഇന്നലകളിൽ പ്രതിപക്ഷം ഉന്നയിച്ച RSSുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ചങ്ങാത്തം, കേരളത്തിനകത്തെ പോലീസ് ഫോഴ്സിനകത്തെ സ്വർണ്ണക്കടത്ത്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സ്വർണം പൊട്ടിക്കൽ, അതടക്കമുള്ള വിഷയങ്ങൾ PV അൻവർ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം മുൻപ് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംരക്ഷണം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പരിഹസിച്ചു. അദ്ദേഹം കുറേ കറുത്ത പൂച്ചക്കുട്ടികളുടെ പടമൊക്കെ ഇട്ടിട്ട് ഇതാണ് ബ്ലാക്ക് ആറ്റ് സുരക്ഷ എന്നൊക്കെ പറഞ്ഞു. PV അൻവറിനോട് പറയുന്ന ആ പരിഹാസത്തെ ഞങ്ങൾ വിടുന്നു. ഇങ്ങനെ ഈ സർക്കാരിനെതിരായിട്ട് സത്യങ്ങൾ നിങ്ങൾ ഇനിയും പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവനൊരു ആപത്ത് ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ കൺസേൺ ന്യായമാണ്. കാരണം സാധാരണ ഈ സ്വർണം പൊട്ടിക്കൽ തീവ്രവാദ സംഘടനയ്ക്കെതിരെ സംസാരിച്ചാൽ ആളുകൾ വഴിയരികിൽ മൃതദേഹങ്ങളായി മാറും. അത് കേരളത്തിൽ ഇവർ ചെയ്തിട്ടുണ്ട്. TP ചന്ദ്രശേഖരനെ ഇപ്പോൾ ആളുകൾ കൊന്നു തള്ളിയത് PV അൻവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പേടി വേണ്ട. PV അൻവറിന് വേണ്ടുന്ന, PV അൻവർ ഉന്നയിക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് ഏത് നിമിഷം PV അൻവർ U-turn അടിക്കുമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് വിരട്ടി PV അൻവറിനെ പറ്റി എനിക്കും പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ PV അൻവർ ഒന്ന് ഒതുക്കിയെന്ന് നമ്മൾ കണ്ടു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം U-turn എടുക്കാതെ അദ്ദേഹം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാൽ PV അൻവറിന് എല്ലാവിധമായ പിന്തുണയും സംരക്ഷണവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. രാഷ്ട്രീയ പിന്തുണ എങ്ങനെ കൊടുക്കാൻ കഴിയുക? രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത ഒരാൾക്ക് പഴയ കോൺഗ്രസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പാർട്ടിക്കകത്തെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ പുതിയ കാലത്തെ പിണറായി ഭക്തനായതുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുക എന്ന അധർമ്മമായ പ്രവൃത്തി, ഏറ്റവും അധർമ്മമായ പ്രവൃത്തി, RSS ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹം ചെയ്തത്. അതൊക്കെ തിരുത്തട്ടെ. അദ്ദേഹം താല്പര്യം പറയുമ്പോഴാണല്ലോ അത് ആലോചിക്കേണ്ടത്. അതല്ലാതെ PV അൻവറിനെ ഇപ്പോൾ ഉടനെ കോൺഗ്രസിലേക്ക് എടുക്കേണ്ട ആവശ്യം കോൺഗ്രസിനോ UDFനോ ഇല്ല. PV അൻവറിന് പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന ഈ വിഷയങ്ങളോട്, അദ്ദേഹം ഉയർത്തുന്ന ന്യായമായ വിഷയങ്ങളോടുള്ള പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവനൊന്നും സംഭവിക്കാതെ സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളീയ പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങളെ